ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. രാവിലെ സമയം 5:45. ഞാനും പൊന്നും കൂടിയിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ അങ്ങനെ പുതിയൊരു ശീലം, യൂട്യൂബിലേക്ക് വേണ്ടി പ്രഹസനമാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അല്ല, എനിക്ക് കുറച്ച് ദിവസമല്ല, കുറേ വർഷങ്ങളായിട്ട് 8 വർഷമായിട്ട് നല്ല നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നെക്ക് പെയിന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അപ്പർ ബാക്കിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാവും. ഇപ്പം ഞാൻ അമ്മയ്ക്കൊക്കെ ഇത് വയ്യാണ്ടായപ്പോൾ അമ്മേനെ ഓർത്തോനെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ല നീർക്കെട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ മരുന്നും കൂടെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാർഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സസൈസും. അപ്പോൾ രാവിലെ എൻ്റെ കൂട്ടിന് നടക്കാൻ പൊന്നുണ്ടായിരുന്നു. ഞങ്ങൾ കോക്കൂർക്ക് രാവിലെ നടക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഒരു 5 കിലോമീറ്റർ നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോക്കൂർക്ക് ഒരു 2-3 തവണ നടന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ആവും. അങ്ങനെ നടക്കാൻ പോയപ്പോൾ നായ കുരച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ കോക്കൂർക്കൊന്നും പോയില്ല. ഈ കീരിത്തോട് റോഡിലൂടെ ഞങ്ങൾ നടക്കും. പക്ഷെ അവിടെയും സേഫല്ല കേട്ടോ, അവിടെ നായ്ക്കളുണ്ട്. പിന്നെ വീടിൻ്റെ മുറ്റത്തും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ ഒക്കെ നടന്നിട്ട് 5 കിലോമീറ്റർ തികയ്ക്കും. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ കുടിക്കണത്. അപ്പോൾ പൊന്നു പറയാണ്, ഇതോടുകൂടി ഞാനിനി നടക്കാൻ വരില്ല കേട്ടോ അമ്മാന്ന്. അപ്പോൾ പൊന്നുന് മടുത്തു. കുറേ കിലോമീറ്റർ നടക്കണ്ടേ, 5 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാലിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ സ്കൂളൊക്കെ അടച്ചു, ഇനി സുഖമായിട്ട് കിടന്നുറങ്ങുക, ഒരു 7:30 വരെ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതെല്ലാം ഫ്ലോപ്പായി. ഇനി പറ്റില്ല, ഡെയിലി നടക്കാൻ പോകണം. മഴ ഉണ്ടെങ്കിൽ കൂടി കുട പിടിച്ചിട്ട് നടക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എക്സസൈസൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു അസുഖം കുറയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പഴയപടി തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആശ്വാസം ഉണ്ട് കേട്ടോ അങ്ങനത്തെ റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ സൈഡിൽ അമ്മ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇന്നുണ്ടായ വിശേഷങ്ങളൊക്കെ അമ്മയോട് ഇങ്ങനെ പറയാനിട്ടോ. അങ്ങനെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾ ഇരുന്നു, വെള്ളമൊക്കെ കുടിച്ചു. കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈറൽ ഗ്ലൂട്ടാത്തൈൻ ഡ്രിങ്ക് ഞങ്ങളും ആ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഞങ്ങൾ ആഡ് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിള്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക, പിന്നെ നാരങ്ങ, മഞ്ഞൾ, ഇതെല്ലാം കൂടിയിട്ട് അരച്ച് ജ്യൂസ് എടുത്തിട്ട്, പിന്നെ അതിൻ്റെ ഒരു മോൾഡ് നമുക്ക് മീഷോന്ന് മേടിക്കാൻ കിട്ടും. ഞങ്ങൾ മീഷോന്നാണ് ഓർഡർ ചെയ്തത്. അതിലൊഴിച്ച് വെച്ച് ഫ്രീസ് ചെയ്തിട്ട് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിക്കുകയാണ്. കുറച്ച് ചിയാ സീഡും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഇത് ഭയങ്കര വൈറൽ. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ മഞ്ഞൾ, നെല്ലിക്ക, അതുപോലെ നാരങ്ങ, ഇത് 3 അരച്ച് പേസ്റ്റാക്കിയിട്ട് ഈ മഞ്ഞൾ വെള്ളം എന്ന് ഞങ്ങൾ പറയാതെ ഞങ്ങൾ തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ. അമ്മ രാവിലെ എന്നും എല്ലാവർക്കും കൊണ്ടു തരാറുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി നോക്കുകയാണ്. പൊന്നുവിൻ്റെ തലയൊക്കെ ഈരി കൊടുത്തു, എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. പൊന്നുവിനെ ഒക്കെ സെറ്റാക്കിയിട്ട് പൊന്നുവിനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും ഈ ജാനിക്കുട്ടിയും ലച്ചും എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനേനും കൂടെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരുടെ കുളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പണി എന്നെ സംബന്ധിച്ച് കഴിഞ്ഞു കേട്ടോ. സാധാരണ രാവിലെ എണീക്കുമ്പോൾ കുളിക്കുക, പിന്നെ നേരെ വിളക്കാണിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് പുതിയ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്ത കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക ഇനി മുതൽ. ഇങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിത് സുന്ദരി കുട്ടികളായി അല്ലേ അമ്പി? അമ്മയ്ക്ക് ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിളക്ക് വെച്ചിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മളെല്ലാവരും രാവിലെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പിള്ളേരും ഓങ്കാരം ചൊല്ലാറുണ്ട്, അവരെ കൊണ്ട് അമ്മ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവരവിടെ ഇരുന്നിട്ട് ചൊല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മടി തന്നെയാണ് അത് ചെയ്യാൻ. നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണ് കേട്ടോ. നിർബന്ധമൊന്നും പറയാറില്ല. എന്നാലും അവർ രാവിലെ ചില ദിവസങ്ങളിൽ അവർക്ക് തോന്നിയിട്ട് അവർ തന്നെ ചെയ്യും, ചില ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മിപ്പിക്കും, ഇന്ന് ചൊല്ലണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് 3 പേര് കൂടിയിട്ട് ചെയ്യണം. പക്ഷെ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ പിന്നെ വർത്താനായി കളിയൊക്കെ ആയിട്ട്. അപ്പോൾ ജാനിക്കുട്ടി ചൊല്ലാറൊക്കെ ഉണ്ട്, ഇവരെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒക്കെ പഠിച്ച് വരുന്നുണ്ട്.
സമയം എന്താ 9 മണിയായി. ഇപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നൂൽപുട്ടും സോയാ ചങ്ക്സ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ സ്പീഡിൽ ഞാൻ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിലത്തെ പണി നോക്കുമ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ നാത്തൂനും പിള്ളേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്നിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 50-50 പണികളൊക്കെ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയും. ഞാൻ ഭയങ്കര വെയിലത്ത വന്നിരിക്കുന്നത്, കണ്ണ് കുളിച്ചിട്ട് കാണാൻ വയ്യ. ഇതിനത്ര കഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കണ്ടാവില്ലേ, ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് അതാ വിളി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിഷുവിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും എനിക്കുള്ള വിളി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി കാറിൽ കയറി നേരെ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. തൃശ്ശൂർ പാൻറ്റലൂൺസിലേക്കാണ് നമ്മൾ പോണത്. നമുക്ക് അവിടെ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂപ്പൺ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പം സമയം 1 മണിയായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാന്നാണ് അല്ലേ ആയ പറഞ്ഞേ വേണ്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയുക 10-12 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ ഉച്ച സമയമായി, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ തൃശ്ശൂരുള്ള അക്ഷയയിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹാപ്പി ആൻഡ് ചിൽ മോഡിലാണ്. ഡ്രസ്സ് എടുക്കാൻ പോയല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തത്, ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചില്ലി ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ബിരിയാണിയാണ് എനിക്ക് ഓർഡർ ചെയ്തത്. ഏട്ടന് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചിക്കൻ ബിരിയാണി. അങ്ങനെ എല്ലാവരും കൂടി ഇത് ഷെയർ ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു, വയറൊക്കെ നിറച്ചു. ഇനി സമാധാനമായിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പോകാമല്ലോ. അല്ലെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ പകുതി വെച്ചിട്ട് ഇറങ്ങേണ്ടി വരും. അത് കാരണം എല്ലാവരുടെ വയറും ഫുള്ളാക്കി വിശപ്പൊക്കെ മാറ്റി. അങ്ങനെ ദാ സുട്ടനും ജാനിക്കുട്ടിയും കൂടിയിട്ട് മീനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ ആദ്യമായിട്ടാണ് പാൻറ്റലൂൺസിലേക്ക് വരുന്നത്. കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടി, കാരണം കറക്റ്റ് ലൊക്കേഷൻ മാപ്പ് ഇട്ടപ്പോൾ കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സുഡിയോ ട്രെൻഡ്സൊക്കെ പോലത്തെ ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ പാൻറ്റലൂൺസ്. പൊന്നു ഈ ഒരു യെല്ലോ ചുരിദാറാണ് എടുത്തത്. അവിടെ അധികം കളക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂപ്പൺ കിട്ടിയ കാരണമാണ് നമ്മൾ അവിടേക്ക് പോയത് കേട്ടോ. അപ്പോൾ പൊന്നുവിന് 2 വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിന് 2000 സംതിങ് ഉണ്ടായിരുന്നു റേറ്റ്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണമാണ് എടുത്തത്. പിന്നെ പിള്ളേർക്ക് നമുക്ക് വെസ്റ്റേൺ കളക്ഷൻസൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കുർത്ത സെറ്റ് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഒന്നും ഇഷ്ടമായില്ല. പിന്നെന്താണ് വെസ്റ്റേൺ ഡ്രസ്സസ് ട്രൈ ചെയ്ത് നോക്കി, അതും എനിക്ക് അത്ര തൃപ്തിയായില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്നും എടുത്തിട്ടേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അപ്പോൾ കുറേ ചുരിദാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. എന്നിട്ട് അവസാനം ഞാൻ ഫസ്റ്റ് കണ്ടില്ലേ അതാണ് എടുത്തത്. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു വിഷ് ഔട്ട്ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ എനിക്കൊരു മാരേജ് ഉണ്ട്, അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. അങ്ങനെ പൊന്നു എന്താ പറയുക, പൊന്നിന് പെട്ടെന്ന് തന്നെ കിട്ടി. പിന്നെ എനിക്കും ലച്ചുനാണ് കുറച്ചധികം സമയം എടുത്തിട്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വേഗം തന്നെ പർച്ചേസൊക്കെ ചെയ്തു കേട്ടോ. അമ്മീന്താ ഇവിടെ നല്ല ഷോപ്പിംഗാണ്. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ നോക്കി. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. അഫോർഡബിൾ റേറ്റ് അല്ല, നമ്മുടെ സ്റ്റുഡിയോയിലൊന്നും പോലെയല്ല കേട്ടോ. പിന്നെ പിള്ളേരുടെ കളക്ഷൻസിനും പിന്നെ ബാഗ്സ് ഒക്കെ നല്ല എന്താ പറയുക നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സിനൊന്നും അധികം റേറ്റ് ഒന്നുമില്ല, 399 ഒക്കെ ഉള്ളൂ. പിന്നെ ബാഗിനൊക്കെ 2000 എബോവ് ആണ് എല്ലാ ബാഗ്സിനും വരുന്നത്. പിന്നെ കുറേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെന്താണ് അങ്ങനെ ഇതൊക്കെ ഷോപ്പൊക്കെ കറങ്ങി കണ്ടു. ലാസ്റ്റ് ഏട്ടൻ ബില്ലടിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ ബില്ലടിക്കാൻ പോണിട്ട് മുന്നേ ഞങ്ങൾ ഓരോന്ന് കൊണ്ടു ചെല്ലും. അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി ശരിയാവില്ല, വേഗം തന്നെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. പിന്നെ അവിടെ കുറേ ഓർണമെൻറ്റ്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. ചെറിയ മാലയ്ക്കൊക്കെ 799 699 ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കി കണ്ടുള്ളൂ, വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ആ സ്ഥലത്ത് നമ്മൾ എനിക്കൊരു പാർട്ടി വെയർ, അമ്മയ്ക്കൊരു പാർട്ടി വെയർ, ലച്ചിനൊരു ബാഗി പാൻസും ടീഷർട്ടും, ടുട്ടന് ഒരു പറയില്ല എടുത്തു. അതിനോട് ഒരു സാധനം എടുത്തു, ഞാൻ പറയില്ല. ജാങ്കുവിന് 2 ഉടുപ്പ്, അല്ല ഒരു ഉടുപ്പ്, ജംപ് സ്യൂട്ട് എടുത്തു. എന്നിട്ട് ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഒരു കടയിൽ കയറി, ഭയങ്കര ഹൈജീനിക്, ഭയങ്കര ഹൈജീൻ ആയതുകൊണ്ട് നമ്മളവിടുന്ന് കുടിച്ചില്ല. പിന്നെ ഞങ്ങള് കരിമ്പ് ജ്യൂസ് തന്നെ കുടിച്ചില്ലേ. ഇത്തിരി ഹൈജീനായി പോയി. അപ്പോ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്തത്. ഞാൻ കുതിച്ചിനെ ഡ്രോപ്പ് ചെയ്യാം എൻ്റെ കൈപ്പടം. വിഷുവിൻ്റെ അന്ന് ചേച്ചി വരും. അപ്പൊ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോകും. എന്നിട്ട് ചേച്ചീനെ എടുത്തിട്ട് വരും. ഓക്കെ, ബൈ. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനും പിള്ളേരെയും കൈപ്പറമ്പിൽ ഇറക്കണം. അവരിനി വിഷുവിൻ്റെ അന്നാ വരുള്ളൂ. അപ്പോൾ അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദാഹം. അപ്പം ഞങ്ങൾ വിചാരിച്ചു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന്. അങ്ങനെ 2 പേർക്ക് കരിമ്പിൻ ജ്യൂസ്, ബാക്കിയുള്ളവർക്ക് കുലുക്കി സർവത്ത്, പിന്നെ 2 പേർക്ക് നാരങ്ങ സോഡ. അങ്ങനെ എല്ലാവർക്കും ഓരോന്നൊക്കെ മേടിച്ച് ഞങ്ങൾ കുടിച്ചു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. ജാനിക്കുട്ടി കളിച്ചിട്ട് ഓടി കളിച്ചിട്ട് ആള് പിന്നെ ഉറങ്ങി. അങ്ങനെ ചേച്ചിയുടെ വീടെത്തി. അപ്പം എന്തായി, പൊന്നും ലച്ചും അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജാനിക്കുട്ടീനെ കൺവിൻസ് ചെയ്യാണ്. ജാനിക്കുട്ടിക്ക് മനസ്സിലായി ചേച്ചിമാർ കൂടെ വരുന്നില്ല, അവിടെ നിൽക്കണം. അപ്പോൾ അവളും ഞാനും വരുന്നില്ല എന്നും പറഞ്ഞിട്ട് അവളും ചെറിയതായിട്ട് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ ജാനിക്കുട്ടിക്ക് ചെറിയ പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നമ്മുടെ ഇനി അടുത്തത് വിഷുവിൻ്റെ വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ, സീ യു.